Hello children, today we are celebrating Children's Day and children are very unique and special to each of us elders as teachers, as parents, as grandparents. You are the most beautiful treasure that we have. അപ്പം ഇന്ന് ഞാൻ ഓർത്തു ഒത്തിരി പ്രസംഗവും ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചെറിയ കുഞ്ഞൊരു കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. Are you ready to listen? ഒരിടത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ UKG പഠിക്കുന്ന ഒരു മോളുണ്ട്. മിടുക്കി കുട്ടിയാ, പക്ഷേ ഇരുന്ന് എഴുതാനൊക്കെ മടിയാ. ഒരു ദിവസം അവൾ അവളുടെ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ഒരു ബൗണ്ടറി വാളിൻ്റെ അപ്പുറത്ത് കുറേ പേര് നിൽക്കുന്നു, സംസാരിക്കുന്നു. അവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഉടനെ അവൾ അമ്മയെ വിളിച്ചു ചോദിച്ചു, മമ്മ, somebody is there. What's happening there? We have never seen anybody around that land there. ഉടനെ അമ്മ പറഞ്ഞു, മോനെ, അവിടെ ഒരു വീട് വെക്കാൻ പോവാണ്. ഒരു അങ്കിളും ആൻറ്റിയും പുതിയൊരു വീട് വെക്കാൻ പോവാ. This was very surprising for her. She had seen small babies, she had seen big children, big achachans, chechis, so many different things, but she never knew how a house is built. And because she was a very curious child, she was eager every day. അമ്മയോട് പറഞ്ഞു, അമ്മ, എൻ്റെ ജനലിൻ്റെ ഈ പൊസിഷൻ നല്ലതാ, എനിക്ക് എന്നും കാണാൻ പറ്റും എത്രയുമായി വീട്. അപ്പം എന്നും ഇവിടെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ശ്രദ്ധിച്ച് ജനലിൻ്റെ അവിടെ നിൽക്കും. സോ വൺ ഡേ ഷീ സോ സം പീപ്പിൾ ഡൂയിങ് ദ ഫൗണ്ടേഷൻ. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പില്ലർ, കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഡോറിൻ്റെതായിട്ടുള്ള ഫ്രെയിംസ് വരുന്നു, വിൻഡോ ഫ്രെയിംസ് വരുന്നു. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ല വീടായി. ഈ കുഞ്ഞിന് ഈ വീടിനകം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം വൈകുന്നേരങ്ങളിൽ ഈ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം അപ്പച്ചനും ഈ മോളും കൂടെ ഇടയ്ക്ക് വന്ന് നടന്ന് അകത്ത് കയറി എല്ലാം കണ്ടേച്ചൊക്കെ പോകും. But this was very fascinating for her. She had never experienced this kind of a thing in her life. വീട് പണിയെല്ലാം കഴിഞ്ഞ് കൂതാശയൊക്കെ കഴിഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മ, നിങ്ങളെല്ലാവരും പോയില്ലേ ഹൗസ് വാമിങ്ങിന്? ഞാൻ പോയില്ല, ഞാൻ സ്കൂളിൽ പോയി. എനിക്ക് ആ വീടൊന്ന് കാണാൻ പറ്റുമോ? മദർ സെഡ്, ഓഫ് കോഴ്സ്, ദേ ആർ വെരി നൈസ് പീപ്പിൾ ആൻഡ് അമ്മയ്ക്ക് അറിയാവുന്നവരാണ്, നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ പോകാം. സ്കൂളിൽ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞ് അമ്മയും ഈ കുഞ്ഞു മോളും കൂടെ റെഡിയായി. ഈ കുഞ്ഞു മോള് തന്നെ ഉണ്ടാക്കിയ ഒരു കാർഡൊക്കെ ആയിട്ട് ഒരു ചോക്ലേറ്റ് അവിടുത്തെ മോന് വേണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവർ ആ പുതിയ വീട്ടിൽ വന്നു. അപ്പം അമ്മ ഈ വീട് ഉടമസ്ഥരോട് കഥകളെല്ലാം പറഞ്ഞു. ഈ മോള് വിൻഡോയുടെ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും അവൾ എന്നും ഇതൊക്കെ ഉറങ്ങാൻ നേരം സംസാരിക്കുന്ന കാര്യവും എല്ലാം പറഞ്ഞു. ആൻഡ് ഷീ ഈസ് വെരി എക്സൈറ്റഡ് ടു സീ ദ ഇൻസൈഡ് ഓഫ് ദ ഹൗസ്. വീടിന് ചുറ്റും ഈ കുഞ്ഞും ഈ അമ്മയും എല്ലായിടവും കണ്ടു. അവൾക്ക് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഇഷ്ടമായിരുന്നു. അവളും മമ്മിയും ആ അങ്കിളും ആൻറ്റിയോടും ഒക്കെ വർത്താനം എല്ലാം പറഞ്ഞ് രാത്രിയിൽ അവളുടെ വീട്ടിൽ കട്ടിലയിൽ കിടന്നുറങ്ങുമ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ, 1.5 വർഷം എടുത്തല്ലോ ഈ വീട് റെഡി ആകാനായിട്ട്, എത്ര ഹാർഡ് വർക്ക് ഉണ്ട്. അന്നേരം അമ്മ പറഞ്ഞു, യെസ്, അവർ ലൈഫ് ഇസ് ലൈക്ക് ദിസ്. For this house to be real, for us to enjoy, so much of hard work goes into it. ആദ്യം അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടു, അതിൻ്റെ മുകളിൽ വാൾസ് വന്നു, ജനലുകൾ, കഥകൾ, പിന്നെ അതിൻ്റെ മുകളിലത്തെ റൂഫ്, പിന്നെ പെയിൻറ്റിങ്, ഫേർണിഷിങ്സ്, ഇതെല്ലാം. നിങ്ങളുടെ ജീവിതവും അങ്ങനെ മക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഫൗണ്ടേഷൻ സ്റ്റേജിലാണ് നിങ്ങളിപ്പം. മോളെ LKG UKG ഒക്കെ പഠിക്കുന്നു. ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മോളെ ശ്രദ്ധിച്ചോ, വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പം ചില പില്ലേഴ്സ് ഉണ്ടായിരുന്നു. അത് മോളുടെ ജീവിതത്തിലെ മോളുടെ പേരൻസ്, മോളുടെ ഗ്രാൻഡ് പേരൻസ്, അവരാണ് ആ പില്ലേഴ്സ്. ആ പില്ലേഴ്സിനെ മാറ്റി എന്ത് പറ്റും മോക്കറിയാമോ? ഉടനെ അവൾ പറഞ്ഞു, വീട് താഴെ വീടും അമ്മ. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, parents, grandparents, so many people in your life are helping you to groom you and make you into perfect human beings. Yes or no? You need God's grace and their blessings.
നമ്മുടെയൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ അനേകർ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, അനേകർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ബസ് ഡ്രൈവർ, അല്ലെ നമ്മുടെ ഓട്ടോയിൽ നമ്മൾ കൊണ്ടുവരുന്ന നമ്മളെ സുരക്ഷിതമായിട്ട് നമ്മളെ സ്കൂളിൽ എത്തിക്കുന്ന ഡ്രൈവർമാർ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ അനേകരുണ്ട്. അവരെ ആരും നമ്മൾ മറന്നു പോകല്ലേ. നമ്മൾ ഈ ഒരു പുതിയ വീട് പോലെ നമ്മളെ പണിതുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വീട് പണിത് കഴിഞ്ഞാലോ, ഈ വീട് ശരിക്കും ഒരു വീടാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. Enjoy the blessed life that God has given you. It's a very short journey, but don't forget to do your best. Ask God to be with you and you will see magic. Happy Children's Day.